Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ക്രീമി മഷ്റൂം സൂപ്പാണ് കാണിക്കുന്നത്. കൂൺ കൊണ്ടുള്ള സൂപ്പ്. അപ്പോൾ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സൂപ്പാണ് ട്ടോ അത്. അപ്പോൾ സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. മഷ്റൂം കുറച്ച് നേരം മഞ്ഞളിട്ട വെള്ളത്തിൽ വെക്കുക. എന്നിട്ട് കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് അരിയുക, നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. ബട്ടർ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൂപ്പിക്കൊന്നും വേണ്ട അല്ലാതെ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർക്കുന്നത്. സവാളയും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഇതിങ്ങനെ ബ്രൗൺ കളറൊന്നും ആക്കരുത് കേട്ടോ, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് നൈസാക്കിയിട്ട് കൊത്തി എരിഞ്ഞ 1/2 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് അളവ് കുറച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല നൈസായിട്ട് കൊത്തി എരി അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കത് വായിൽ കടിക്കില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ആ കൂൺ നന്നായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതിങ്ങനെ ചുങ്ങി വരാൻ തുടങ്ങും. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണത്. എന്നിട്ട് ആ കൂൺ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ കൂണിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് മിക്സർ ജാറിലോട്ട് മാറ്റുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇത് മുഴുവൻ അരച്ചെടുക്കാതെ പകുതി മാത്രമേ അരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. ആ ബാക്കിയുള്ള ആ കൂൺ നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ നല്ലൊരു ബൈറ്റും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഈ അരച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുരുമുളകും എല്ലാം കൂടി ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ അതിൽ നല്ലൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിച്ചാൽ പിന്നെ ഇതിൽ കോൺഫ്ലോർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇത് മതിയെങ്കിൽ പിന്നെ കോൺഫ്ലോർ ചേർക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂണേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ കോൺഫ്ലോർ ഒന്ന് വേവണം. കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചതും കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കാൻ നോക്കുക, പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. വേണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇങ്ങനെ ക്രീമി ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. വല്ലാതെ കട്ടിക്കുമല്ല എന്നാൽ വല്ലാതെ ലൂസും അല്ല, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ടും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാണ്. മല്ലിയില ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും ഉണ്ട്. ഉപ്പൊക്കെ നോക്കുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ഹെൽത്തി മഷ്റൂം സൂപ്പ് റെഡിയായി. നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ്. നല്ലൊരു മഷ്റൂമിൻ്റെ ബൈറ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ മഷ്റൂം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെടാത്തവരും എന്തായാലും ഇത് കഴിക്കും, അത്രയും ടേസ്റ്റാണ്. അവസാനം കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാണ്. ഇതൊട്ടും ഫാറ്റില്ലാത്ത ഫ്രഷ് ക്രീം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ടെട്രാ പാക്കിൽ. ഫ്രഷ് ക്രീം വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം 1-2 ടേബിൾ സ്പൂൺ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള സൂപ്പ് റെഡി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.